മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. സ്വീപ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡിഫറന്റ്ലി ഫ്രണ്ട്ലി ഇലക്ഷൻ പരിപാടി സംഘടിപ്പിച്ചു. സ്വീപ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡിഫറന്റ്ലി ഫ്രണ്ട്ലി ഇലക്ഷൻ പരിപാടി സംഘടിപ്പിച്ചു. ഇലക്ഷ സ്പെഷ്യൽ സ്കൂളിലാണ് സ്വീപ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചത്. ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടി ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. voting right and responsibility to vote, duty to vote. Alle? Yes? Yes. അത് എല്ലാവരും തീർച്ചയായിട്ടും ഈ അടുത്ത ഏപ്രിലിൽ വരാൻ പോകുന്ന ഇലക്ഷനിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സ്വീപ്. പക്ഷേ സ്വീപ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ടാർഗറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആരാണ് കൂടുതൽ വോട്ട് വരാതിരിക്കാൻ സന്ദർഭം പറയുന്നത്. ജനാധിപത്യത്തിന്റെ ശക്തി ഉൾക്കൊള്ളലിലാണ് നിലനിൽക്കുന്നതെന്ന് കളക്ടർ പറഞ്ഞു. പരിപാടിയിൽ സ്വീപ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ജോസഫ് ആന്റണി ഹറ്റീസ്, സെക്രട്ടറി അനില നീലൻ, പ്രിൻസിപ്പൽ ഷെർലി, പ്രൊജക്ട് കോർഡിനേറ്റർ എലിസബത്ത് ഫിലിപ്പ്, റെനെ കാർഡൂസ്, പുണിത്തുറ വില്ലേജ് ഓഫീസർ റോണി ഫിലിക്സ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കായി മോക്ക് പോൾ സംഘടിപ്പിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും പരിപാടിയിൽ നൽകി. സൗഹൃദ ഇലക്ഷൻ, ഡിഫറന്റ്ലി ഫ്രണ്ട്ലി ഇലക്ഷൻ, അതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിഭാവനം ചെയ്യുന്ന വോട്ടിംഗ് സംബന്ധമായിട്ടുള്ള ഒരു പ്രക്രിയ. അതിൽ ഭിന്നശേഷിക്കാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻക്ലൂസീവ് ഇലക്ഷൻ ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അവകാശങ്ങൾ വോട്ട് ചെയ്യുന്ന സമയത്ത് അവർക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, PWD ആപ്പ് അവരുപയോഗിച്ചുകൊണ്ട് അവർക്ക് വാഹന സൗകര്യം എടുക്കാവുന്നതും അങ്ങനെയുള്ള ഇവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി ഈ ഒരു ട്രെയിനിങ്ങിലൂടെ അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും സ്വീപ് എറണാകുളത്തിൻ്റെയും ലക്ഷ്യം. ആ ലക്ഷ്യത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇതേപോലുള്ള ഭിന്നശേഷി സ്കൂളുകളെ, പ്രത്യേകിച്ച് 18 വയസ്സ് മേലിലുള്ള ഭിന്നശേഷിക്കാർ ഉൾപ്പെടുന്ന നമ്മൾ വിദ്യാലയങ്ങളിൽ അവരെ പോയി അവബോധം നൽകുന്നത്. അപ്പോൾ അവരെ മാത്രമല്ല അവരുടെ വ്യക്തികൾക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള പരിഗണനകളും അവകാശങ്ങളും ഉണ്ട് എന്നുള്ളൊരു ബോധവൽക്കരണ ക്ലാസ്സാണ് രക്ഷയിൽ നടന്നത്. ഈ ക്ലാസ് ഭിന്നശേഷി വ്യക്തികളുടെ മാതാപിതാക്കൾക്കും വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു ക്ലാസ്സായിരുന്നു. അവർക്ക് ഏത് തരത്തിൽ അവരുടെ പ്രത്യേക പരിഗണന ആവശ്യമായ വിഭാഗങ്ങളെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവമായി ഉൾപ്പെടുത്തുന്നതിലൂടെ ജനാധിപത്യത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് ജനാധിപത്യത്തിൽ എല്ലാവർക്കും തുല്യാവകാശം ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.